അസ്സലാമലൈക്കും. നമ്മുടെ എൽ ജിൻ്റെ ഒരു ടി വി ആയത്. അപ്പോൾ ഇതിനെപ്പം പ്രോബ്ലമാണ്. കാരണം ഇതിന് അധികവും ഞങ്ങൾ വൈഫൈ കണക്ഷൻ കൊടുക്കുന്നവർ ഒരിക്കലും കിട്ടൂല. അപ്പോൾ വെച്ചാൽ വൈഫൈ കണക്ഷൻ കൊടുക്കുന്ന അത് റിജക്റ്റഡ് ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ വൈഫൈൻ്റെ അവിടെ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് പോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് ശരിയാവുകയുള്ളൂ. അങ്ങനെ നമ്മളൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കഴിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. കുറേ സ്ക്രൂ ഉണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം നമുക്ക് എന്നിട്ട് പറയാം. ഓക്കെ, ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവും ഇവിടെയുള്ള സ്ക്രൂവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു സ്ക്രൂ. ഈ സ്ക്രൂവും ഇതൊക്കെ കഴിക്കണം. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ എന്താ സംഭവം എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മളിത് തുറക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തുറക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ശ്രമിച്ച് നോക്കട്ടെ. കുറച്ച് ഇടങ്ങാറുണ്ട് ഇത് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ തുറന്നെടുക്കണം. പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചെടുക്കാം. അത് വലിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഒന്ന് ലോക്ക് കഴിച്ച് നോക്കട്ടെ. കഴിയുന്നുണ്ട്. ഈ മറ്റേ ഭാഗത്ത് നോക്കും, അപ്പുറത്തെ ഭാഗത്ത് എല്ലാ ഭാഗവും കൂടി ഒരുമിച്ചായാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ മറ്റേ അടുത്ത ഭാഗത്ത് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. ചെറിയൊരു പണിയാണ്. ഇത് ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഇത് കണ്ടുപിടിച്ചത്. എൽ ജിൻ്റെ ടി വിയിൽ ഇങ്ങനെ വൈഫൈ കിട്ടുന്നില്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് ഇതിലുള്ള പൊടി തട്ടിയാൽ നമുക്ക് വൈഫൈ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. 2 പ്രാവശ്യമായിട്ട് ഇപ്പം ഞങ്ങൾ കഴിച്ചു ടി വി. കുഴപ്പമില്ല. നമ്മൾ അതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നമുക്ക് നടക്കുന്നതാണ്. നമ്മളിത് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇടങ്ങാറുണ്ട്. മെല്ലെ കഴിക്കണം. അത് കഴിച്ചു. ഇവിടുന്ന് മെല്ലെ കഴിച്ചെടുത്താൽ അപ്പോൾ നമ്മളിത് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതാണ് കംപ്ലീറ്റ് പൊടിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ എല്ലാം കംപ്ലീറ്റ് പൊടിയാണ്. ഇത് ഇങ്ങനെ പൊടി ഉണ്ടെങ്കിൽ നമ്മളിത് നല്ലൊരു ബ്രഷ് എടുത്തിട്ട് നമ്മളിങ്ങനെ തട്ടിപ്പോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈഫൈൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് വൈഫൈൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വൈഫൈൻ്റെ ഇത് നമ്മൾ കഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ പൊടി പോക്കി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ശ്രമിച്ച് നോക്കാം ഇങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമ്മൾ മെല്ലനെ അയച്ചെടുക്കണം. വിചാരിച്ച പോലെ നമുക്ക് പെട്ടെന്ന് അയച്ചെടുക്കാൻ കഴിയില്ല. ഇതിനൊരു ലോക്കുണ്ട്. അപ്പോൾ അത് മെല്ലെ നമ്മളിതാക്കിയിട്ട് മെല്ലെ കഴിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് പൊടി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി വന്നിട്ടുണ്ടെങ്കിൽ അത് പോക്കണം എന്നാണ് പറഞ്ഞത്. അതിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വൈഫൈ കണക്ഷൻ കിട്ടാത്തതെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പ്രാവശ്യം കഴിച്ച് നോക്കി. രണ്ടാമത് നമ്മൾ ക്ലിയർ ആക്കി ഇട്ടപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അതൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കി ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഇത് ഒരാളെ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ എല്ലാം കൊടുക്കേണ്ടി വരും. 1000 റുപ്യ 2000 റുപ്യ എല്ലാം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നല്ലത് നമ്മൾ കഴിവത് നമുക്ക് അറിയാൻ പറ്റുമോ നോക്കുക, ശ്രമിച്ച് നോക്കുക. അങ്ങനെ ഞങ്ങളിപ്പോൾ ശ്രമിച്ചപ്പോൾ നമുക്ക് നടന്നിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും LGൻ്റെ TV ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക. വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിവിടെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പൊടിയാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നല്ല പൊടിയുണ്ട്, എല്ലാ ഭാഗത്തുമായിട്ട് പൊടിയുണ്ട്, ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഇതിലേക്കുള്ളതൊന്നും നമ്മൾ പോകുന്നില്ല, ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് അത്ര പിടുത്തമില്ല. അപ്പോൾ നമ്മൾ ഇത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് നല്ലോണം പൊടി തട്ടിയിട്ട് നമ്മളിത് പഴയതുപോലെ തന്നെ ആക്കിയെടുക്കും. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവിച്ചതാണ് ഗേസ്, ഇതാ കൈയെല്ലാം മുറിഞ്ഞു പോയി, ചോരയെല്ലാം വന്നു. അതിപ്പോൾ അതിൻ്റെ എന്തിനോടോ തട്ടിയതാണിത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറിലടിക്കുക. പിന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിതൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ പഴയതുപോലെ തന്നെ ആക്കി നോക്കിയിട്ട് നമ്മളൊന്ന് വൈഫൈ ഒന്ന് ഓണാക്കി നോക്കട്ടെ, കിട്ടുമെന്ന് അറിയില്ല, ഒന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വർക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമായിരിക്കും, നമുക്ക് ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല, ഒന്ന് ശ്രമിച്ചോട്ടെ. സെർച്ചിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിറച്ച് പൊടിയുണ്ട്, കംപ്ലീറ്റ് ഒന്നുകൂടി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഇനി ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് നമ്മളൊന്ന് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫോണിൻ്റെ ഓപ്പോ റെനോ 10 എന്നുള്ള അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വൈഫൈ കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചിട്ട് ആ പൊടിയൊന്ന് പോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ ബൈ.